ഇച്ചിരി തന്റെ ഇടം കൂടുതലാണേലും അവൾ ഒരു പാവമാടാ. നിന്റെ കാര്യത്തിൽ അവൾക്ക് വലിയ ശ്രദ്ധയുണ്ട്, അല്ലയോടാ മോനെ? ആണമച്ചി. എന്നാലും അധികം അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കരുത്. ഇല്ല. എപ്പോഴും ഒരു പിടി നിന്റെ കയ്യിൽ വേണം കേട്ടോ, അല്ലെങ്കിലേ പെണ്ണിന് പിന്നെയും കൊമ്പ് മുളയ്ക്കും. നീ എന്നാ പോയി കുളിച്ചേച്ചു വാ, എന്നിട്ട് വല്ലതും വന്ന് കഴിക്കേ. അവള് പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റ് എടുക്ക്. ഒരു കോലമായി. എന്താ എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല. നീ പേടിക്കണ്ട. പതിവ് റിക്വസ്റ്റായിട്ട് വന്നതൊന്നുമല്ല ഞാൻ. നിനക്കും കൂടി സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയായി പോകുന്നത്. അപ്പോ പലപ്പോഴും നിന്റെ പല തീരുമാനങ്ങളും രക്ഷിതാക്കൾ എന്ന നിലയിൽ എന്നെയും ഗീതയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ അതൊന്നും ഒരിക്കലും ശരിയായ ഒന്നല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ അന്ധമായിട്ട് എതിർത്തത്. പക്ഷേ നിന്റെ തീരുമാനമായിരുന്നു ശരിയെന്ന് പിന്നീട് കാലം ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഇത്തവണ ആ പതിവ് തെറ്റിയില്ല. എന്താ ഇപ്പോ ബിപിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്നുണ്ടായ തോന്നലല്ല. പ്രായവും അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്നേക്കാൾ മുന്നേ ഇത് തിരിച്ചറിയേണ്ടത് ഞങ്ങളായിരുന്നു. പക്ഷെ പലപ്പോഴും അതിന് ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. ഒരു കുടുംബത്തിന്റെ ചുറ്റളവിൽ നിന്ന് ചിന്തിക്കുന്നതിന്റെ സ്വാർത്ഥത കൊണ്ടാവാം ഞങ്ങളുടെ ചിന്തകൾ അങ്ങനെ ചുരുങ്ങിപ്പോകുന്നത്. പക്ഷെ നീ എപ്പോഴും ഏത് വിഷയവും അതിന്റെ വിശാലമായ ഡയമെൻഷനിലാണ് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാവും പലപ്പോഴും നീ അതിൽ വിജയിക്കുന്നതും. ഇപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന തീരുമാനം എന്താന്ന് വീപ്പി പറഞ്ഞില്ല. ഇവിടുന്ന് കുറച്ചു കാലം മാറി നിൽക്കാനുള്ള നിന്റെ തീരുമാനത്തോട് ഞാനും ഗീതയും പൂർണ്ണമായും യോജിക്കുന്നു. എന്താ, നിനക്ക് വിശ്വാസമായില്ലേ? വിശ്വാസമായില്ലെങ്കിൽ നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക്. സത്യാണ് പൂ, ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാ. ഈ നാട്ടിൽ നിന്ന് കുറച്ചു നാളത്തേക്കെങ്കിലും മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന്. നിന്നെ പോലെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ സൊസൈറ്റി ഇനിയും വളർന്നിട്ടില്ല. പഴകി ദ്രവിച്ച് അതിന്റെ കാഴ്ചപ്പാടുകളും ശീലങ്ങളും മാറാത്തിടത്തോളം നിങ്ങളെ പോലുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിനിടയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് നിന്നെ അങ്ങനെ ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ മനസ്സനുവദിക്കുന്നില്ല പൂ. സെന്റിമെന്റ്സിന്റെ സ്വാർത്ഥതയുടെ പേരിൽ നിന്നെ ഇനിയും ഇവിടെ തളച്ചിടാൻ നോക്കുന്നത് ഞങ്ങൾ നിന്നോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. എവിടെയാണെങ്കിലും നിനക്ക് നിന്നെ സൂക്ഷിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള വിശ്വാസവും ധൈര്യവും ഞങ്ങൾക്കുണ്ട്. ആ സമാധാനത്തിൽ ഞങ്ങളിവിടെ കഴിഞ്ഞോളാം. പക്ഷേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നീ ഞങ്ങൾക്കൊരു വാക്ക് തരണം. ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ, മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നിയാൽ പിന്നെ വേറൊന്നും ചിന്തിക്കരുത്. അടുത്ത നിമിഷം തന്നെ നീ ഞങ്ങളടുത്തേക്ക് വരണം. വേറെ ആർക്കും നിന്നെ വേണ്ടെന്ന് തോന്നിയാലും നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി 2 ജന്മങ്ങൾ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തും. മതിയമ്മ, ഇതിലപ്പുറം എനിക്കിനി ഒന്നും കേൾക്കണ്ട. ആരും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് നിരാശപ്പെട്ട് നിൽക്കായിരുന്നു ഞാൻ. വിപി ഇത്തവണ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. താങ്ക്സ് എ ലോട്ട്. നിന്നോട് ഞങ്ങളാ അപ്പം നന്ദി പറയേണ്ടത്. ലോകം എന്താണെന്ന് നീയാണ് പലപ്പോഴും ഞങ്ങളെ മനസ്സിലാക്കി തന്നത്. ഇപ്പോഴും നിന്നെ പിരിഞ്ഞു കഴിയാൻ ഇഷ്ടമുണ്ടായതുകൊണ്ടൊന്നല്ല ഞങ്ങളിതിന് സമ്മതിക്കുന്നത്. നീ സന്തോഷമായിട്ടിരിക്കേണ്ടത് ഞങ്ങളുടെ സന്തോഷത്തെക്കാൾ വലുതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ഇനിയും പോകണ്ടെന്നൊക്കെ അച്ഛനോ ഞാനോ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും.
അതൊന്നും നീ കാര്യമാക്കണ്ട കേട്ടോ. അപ്പോ അമ്മ പറഞ്ഞത് ശരിയാണ്. ചിലപ്പോ അടുത്ത നിമിഷം ഈ മനസ്സങ്ങ് മാറും. പക്ഷേ നീ നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും വരുത്തണ്ട. ആദ്യ കോഴ്സ് മെഡിസിൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകാൻ തയ്യാറെടുത്തോളൂ. ഡോക്ടർ മഹേഷിനെ ഞാൻ വിളിച്ചു പറയാം. ഡോക്ടർ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാഞ്ഞത്? ആന്റി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വിശപ്പ് കാണില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരുവിധം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. എന്ന് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ നോക്കണം. ആന്റി ഒരു ബുദ്ധിയുള്ള സ്ത്രീ ആയതുകൊണ്ട് മകനിങ്ങനെ പിടികൊടുക്കാതെ നടക്കുന്നതിൽ വല്ല സംശയം തോന്നിയാലോ. അതുകൊണ്ട് ആദ്യം ഒരു കോഫി കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആവാം. അതെ, അധികം ലേറ്റ് ആവണ്ട കേട്ടോ. എന്താ അവിടെ വച്ചേക്ക്. ഒന്നേ, തന്നോട് ആരാ പറഞ്ഞത്? എന്ത്? ആന്റിക്ക് സംശയം തോന്നുന്ന കാര്യോ? അതാരും പറഞ്ഞൊന്നുമല്ല, എനിക്ക് തോന്നിയ കാര്യ. അതിനെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. പിന്നെ? ഓ, ഇന്നലെ ഡോക്ടർ അലീനയുടെ കൂടെ ആയിരുന്ന കാര്യല്ലേ? അത് ഞാൻ വെറുതെ ഗസ് ചെയ്തതാ. സംഭവം സത്യമാണല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. താനെന്താ എന്റെ മുന്നിൽ പൊട്ടം കളിക്കാണോ? ഞാൻ ചോദിച്ചത് ഏത് കാര്യമാണെന്ന് തനിക്ക് അറിയാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം എന്നെ ഇറിറ്റേറ്റ് ചെയ്യാണല്ലേ? ഹലോ, ഒച്ച കൂടുതൽ വരുത്തി ആന്റിയുടെ അമ്മച്ചിയുടെ മുന്നിൽ നാടകം പൊളിക്കാൻ നിൽക്കണ്ട. അവരറിഞ്ഞാൽ ഡോക്ടറുടെ ഈ ഡുവൽ പേഴ്സണാലിറ്റി സിൻഡ്രോം കണ്ട് ആ പാവം മമ്മി ചങ്ക് പൊട്ടി മരിച്ചു. ഡോക്ടർക്ക് എന്താ അറിയേണ്ടെന്ന് വെച്ചാ മനുഷ്യന് മനസ്സിലാവുന്ന തരത്തിൽ മാന്യമായിട്ട് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന പോലെ ഉത്തരം പറയാം. ഓക്കെ? ഞാനും അലീനയും തമ്മില് മെഡിസിൻ ഒരുമിച്ച് പഠിച്ചാണെന്ന് തന്നോട് ആര് പറഞ്ഞെന്നാ ചോദിച്ചത്? പറഞ്ഞത് ആരാണെങ്കിലും അത് സത്യമാണെന്ന് ഡോക്ടർ സമ്മതിച്ചല്ലോ. പിന്നെന്താ പ്രശ്നം? പക്ഷേ അങ്ങനെ ഒരു കഥ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതെന്താ? വിശ്വസിക്കാതിരിക്കാൻ അതിലൊരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കാൻ വലിയ എളുപ്പമല്ലേ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. ഈ മനോഹരമായ ക്യാമ്പസ് പ്രണയകഥ ആരുടെ ബുദ്ധിയിൽ വിരിഞ്ഞ തിരക്കഥയാ? ഏതായാലും ഡോക്ടറുടെ ആവില്ല. അപ്പൊ പിന്നെ ലേഡി ഡോക്ടറുടെ ഐഡിയ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു കള്ളക്കഥ പടച്ചുണ്ടാക്കിയിട്ട് എനിക്കോ അലീനയ്ക്കോ ഒന്നും നേടാനില്ല. അത് വെറുതെ. നേടാനുള്ളതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനൊരു സ്ക്രീൻ പ്ലേക്ക് ഇപ്പോ നമ്മുടെ കഥയിൽ വലിയ സ്കോപ്പൊന്നും ഇല്ലെങ്കിലും ഭാവിയിൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന ഈ ബുദ്ധിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഞാനും ഡോക്ടറും തമ്മിൽ അടിച്ചു പിരിയുന്നൊരു സ്റ്റേജ് എത്തുമ്പോ വിവാഹബന്ധം തകർന്ന് മനസ്സും ശരീരവും തളർന്നു പോകുന്ന കഥാനായകന് ഊർജവും ഉന്മേഷവും പകരാൻ പഴയ കാമുകിയും ഇപ്പോഴത്തെ സഹപ്രവർത്തകയുമായ ഡോക്ടർ അലീന രംഗപ്രവേശനം ചെയ്യും. തന്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ആ സാധു അമ്മ അലീന മോളോട് അപേക്ഷിക്കുന്നു. അങ്ങനെ മമ്മിയുടെ അനുഗ്രഹാശസ്സുകളോടെ അലീനയും ജോബിനും വിവാഹിതരായി ഇനിയുള്ള കാലം സുഖമായി ജീവിക്കുന്നതാണ് എൻ ടൈറ്റിൽ. അതല്ലേ ഉദ്ദേശം? നല്ല ഐഡിയ. ഒന്ന് ഉത്സാഹിച്ച ഉടൻ പ്രാവർത്തികമാക്കാവുന്ന സ്ക്രിപ്റ്റ് ആണ്. തന്നെ ഒഴിവാക്കണമെങ്കിൽ എനിക്ക് ഇത്ര വലിയൊരു നാടകങ്ങളിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അത് വേണ്ടെന്ന് വെക്കുന്നത്. എന്താ നിർത്തിക്കളഞ്ഞത്? ഓ, മമ്മയുടെ സങ്കടം കാണണ്ടല്ലോ എന്ന് വെച്ചല്ലേ? സ്നേഹമുള്ള മകനത് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. മതി, നിർത്ത. അല്പം താഴ്ന്നു തന്നു കരുതി കൂടുതൽ ഷോ ഓഫ് ഒന്നും വേണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വിശ്വസിച്ചു എന്നുള്ള ധൈര്യത്തില് ഡോക്ടർ വാ, താഴെ ആന്റി വെയിറ്റ് ചെയ്യാ. നമുക്ക് ആന്റിയുടെ മുന്നിൽ നല്ല കുട്ടികളായിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വരുന്നേ. അഭിനയിച്ച് എനിക്കിപ്പോ നല്ല രസമായി തുടങ്ങിയിട്ടുണ്ട്. വാ ഡോക്ടർ, വരൂന്നേ. എത്തിയോ? നിന്നെ കാണാണ്ട് ഞാനങ്ങ് ഇരുന്ന് ചോക്കൂട്ടാ.
ആന്റി എന്താ ഇരിക്കാഞ്ഞത്? കഴിച്ചോളം ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ. നിങ്ങളുകൂടി വരട്ടെ എന്ന് കരുതി. ഇരിക്കെ, ഞാൻ വിളമ്പാം. ആ മമ്മിയോട് ഇരിക്ക്. ഞാൻ പിന്നെ ഇരുന്നോളാം. അത് വേണ്ട, ആന്റി ഇരിക്കെ. മമ്മിക്കും മോനും ഞാൻ വിളമ്പാം. ഇരിക്കുന്നേ. വേണ്ടെന്നേ, മോളിരിക്കെ. മക്കൾക്ക് വിളമ്പി ഊട്ടുന്നതാ എല്ലാ അമ്മമാരുടെയും സന്തോഷം. താൻ ഇരിക്കുമാളൂ. ഇനി നിനക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? ഞാൻ ഉടനെ ഇറങ്ങും മമ്മി. ഡേസമ്മോ, ഇങ്ങനെ പോവുകയാണെങ്കിലേ നിന്റെ മോന്റെ പൊറുതി ഇനി ആശുപത്രി തന്നെ ആകുന്ന മട്ട. ശരിയാ, എനിക്കോ അങ്ങനെയാ തോന്നുന്ന ആന്റി. ഇവർ രണ്ടുപേരും കൂടെ കണ്ണുവെച്ചിട്ടേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരുമെന്ന് തോന്നുന്നുണ്ടല്ലോ മമ്മി. ജോലി ചെയ്യണ്ടെന്നാരും പറഞ്ഞില്ലല്ലോ. ഇങ്ങനൊരു വീടുണ്ടെന്നും ഈ വീട്ടിൽ ചില ആൾക്കാരുണ്ടെന്നും ഇടയ്ക്കൊന്ന് ഓർത്താ മതി, അല്ല ആന്റി? അതിപ്പോ നീ പറഞ്ഞിട്ട് വേണം അവൻ ഓർക്കാൻ. ഇത്ര വീട്ടൊന്ന് പ്ലേറ്റ് മാറ്റിയോ? ത്രേസ്യാൻ പറ്റി എന്റെ സൈഡോ അതോ ഡോക്ടറിന്റെ സൈഡോ? ഹോ, അതെത്രയായാലും ഞാൻ എന്റെ ചെറുക്കന്റെ കൂടെ അല്ലേ നിക്കത്തുള്ളൂ, അല്ലേടാ ജോക്കുട്ടാ? പക്ഷേ ഞാൻ ദേ ഇവളുടെ കൂടാ. അതെ, നിനക്ക് ഇവളെയും കൂട്ടി ഇടയ്ക്കൊന്ന് പുറത്തു പോയാലെന്താ ജോബിൻ? അത് പോ. അല്ലെങ്കിൽ തന്നെ അതിന് ഞാൻ തന്നെ വേണമെന്നുണ്ടോ? മമ്മിക്കും പോവല്ലോ. അത് ശരി. ഇങ്ങനൊരു പൊട്ടൻ നിന്നോട് പറഞ്ഞ എന്നെ വേണം തല്ലാൻ. ഡോക്ടറെ ബുദ്ധിമുട്ടിക്കണ്ട ആന്റി. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തനിച്ചു വെക്കോളാം. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവുകയല്ല. അതെന്താ ശരിയാവത്തെ? മാളുവിന് ഇഷ്ടമുള്ളിടത്തൊക്കെ അവള് പോയിട്ട് വരട്ടെ അമ്മച്ചി. എങ്കിൽ ഞാനൊന്ന് അപ്പനൊന്ന് കണ്ടിട്ട് വരട്ടെ. പിന്നെന്താ, താൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അപ്പൂനെ കണ്ടിട്ട് താൻ തന്നെ വീട്ടിൽ നിന്നാ മതി. ഞാൻ വൈകിട്ടൊന്ന് കൂട്ടിക്കോളാം. എന്താ? ആന്റി വരുന്നോ? എനിക്കും അപ്പൂനെ ഒന്ന് കാണണമെന്നുണ്ട്. ഇന്ന് വേണ്ട, പിന്നെ ഒരു ദിവസം ആവട്ടെ. എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ഡോക്ടർ. പോകുന്ന വഴി ഡോക്ടറിനെ അപ്പൂന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? താനൊന്ന് റെഡിയാക്കോ, നമുക്ക് ഉടനെ ഇറങ്ങിക്കാം. അതെ, വൈകിട്ട് വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ കൂട്ട് വരാതിരിക്കരുത്. ഇല്ലെന്നേ, ഉറപ്പായിട്ടും വരും. പോരെ? ഞാനേ ചായ എടുക്കാം. നീ ഇങ്ങ് വന്നേ ഡേസമ്മ. ഇവളിത് എന്നാ ഭാവിച്ച ഡേസമ്മ? ഇവളെന്നാത്തിനാ പിന്നെ ആ കൊച്ചിനെ കാണാൻ കെട്ടിയെടുക്കുന്നേ? അവനതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു? എന്നിട്ടാണോ ജോബിൻ അവളെ അവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞത്? എന്നാലും നമ്മളായിട്ട് അതിന് വളം വെച്ച് കൊടുക്കരുത് ഡേസമ്മു. വെറുതെ എന്നാത്തിനാ ആര് കിടക്കുന്നൊക്കെ ഊരി തെളിക്കാൻ പോകുന്നേ? ദേ, നീ അവളോട് പോവണ്ടെന്ന് പറ. ഏതായാലും മാളു അവനോട് അനുവാദം ചോദിച്ചു, അവൻ സമ്മതിച്ചു. അതുപോലെ അവര് പോയിട്ട് വരട്ടെ. അവിടെ നിർത്തിയാൽ മതി, ഞാൻ അവിടെ ഇറങ്ങാം. അതെന്താ? എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പൂന്റെ വീട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട, ഞാനിവിടെ നിന്ന് നടന്നു പോയിക്കോളാം. അതെന്താ? ഞാൻ അപ്പൂന്റെ വീട്ടിൽ വരുന്നതിലും അവിടെ ഉള്ളവരെ കാണുന്നതിലും തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഒരിക്കൽ ഡോക്ടർക്കൊപ്പം ഇരുന്ന് അപ്പൂനെ കാണാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്നതിന് കഴിയുന്നില്ല. അതുമാത്രമല്ല, നമ്മൾ ഒരുമിച്ച് അവിടെ ചെല്ലുമ്പോൾ ആന്റി അങ്കിളും അപ്പോ ഒക്കെ നമ്മളെ കണ്ട് ഒരുപാട് സന്തോഷിക്കും, സ്നേഹത്തോടെ സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള പിണക്കോ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിയെന്ന് അപ്പു പോലും വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട് ഡോക്ടർ. പരസ്പരം അഭിനയിച്ച് മത്സരിക്കാനും തോൽപ്പിക്കാനും ഒക്കെ
നമുക്ക് നമ്മുടെ രണ്ടുപേരുടെ വീട്ടിൽ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ. പിന്നെന്തിനാ നിരപരാധികളായ കുറച്ചുപേരുടെ മുമ്പിൽ നമ്മൾ ഈ കോമാളി വേഷം കെട്ടി ആടുന്നത്? അതുകൊണ്ട് അവരെ അങ്ങ് വെറുതെ വിട്ടാ മതി. അതല്ലേ നല്ലത്. ഡോക്ടർ പോയിക്കോളൂ. എന്നെ ഡ്രോപ്പ് ചെയ്ത ഡോക്ടറാണെന്ന് ഞാൻ അവരോട് പറഞ്ഞേക്കാം. അങ്കിളും ആന്റി അത് വിശ്വസിക്കും. ആ പിന്നെ അപ്പോന് സംശയം തോന്നി വിളിക്കുകയാണെങ്കിൽ ഡോക്ടർ അതങ്ങ് കൺഫേം ചെയ്താൽ മതി. തിരിച്ചു താൻ എങ്ങനെ വരുന്നത്? അതോ ഇന്ന് വരുന്നുണ്ടോ? അത് ഞാൻ പറയാം. ഡോക്ടർ പോയിക്കോളൂ. ബിപി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ടേ. അപ്പുനെ കൂടെ വിളിച്ച് കഴിപ്പിക്കണേ, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും. അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. അപ്പു ഇന്ന് കോളേജിൽ എന്തോ എക്സാമിന്റെ ഫീ അടയ്ക്കാൻ പോണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കണേ, അല്ലെങ്കിൽ ആള് വീണ്ടും കിടന്ന് ഉറങ്ങിക്കളയും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. താൻ വേഗം ഇറങ്ങാൻ നോക്ക്. ഗുഡ് മോർണിംഗ് എവരിബഡി. നീ ഇതെപ്പോ ലാൻഡ് ചെയ്തു? നീ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ മോളെ? ഇല്ല ആന്റി, ഞാനിപ്പോ വരുന്ന വഴിയാ. നീ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്? അതെ. എന്താ അങ്കിൾ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. പേടിക്കണ്ട. ഡോക്ടർ രാവിലെ പോകാൻ ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു ഞാനൊന്ന് അപ്പുനെ കണ്ടിട്ട് വന്നോട്ടെ എന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാന്ന്. അങ്ങനെ ഡോക്ടർ സാറാ എന്നോട് ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. എന്നിട്ട് ജോബിന് എവിടെ? ഇവിടെ വന്നിട്ട് കയറാതെ പോയോ? അതിനൊക്കെ ഡോക്ടർ സാറിന് എവിടെ ആന്റി സമയം? ദിവസത്തിൽ 24 മണിക്കൂർ പോരാ എന്ന് പറഞ്ഞ് നടക്കല്ലേ. ഡേസി എന്ത് പറയുന്നു? ആന്റി സുഖായിരിക്കുന്നു അങ്കിൾ. അപ്പു സാർ ഇവിടെ? റൂമിലുണ്ട്. ഇന്നെന്തോ കോളേജിൽ പോകുന്നു പറയണ കേട്ടു. എക്സാം ഫീ അടയ്ക്കാൻ പറ്റുന്നൊക്കെ അന്വേഷിക്കാൻ. ഓ ശരിയാണല്ലോ. ഞാൻ എന്നാ അപ്പൂനൊന്ന് കണ്ടിട്ട് വരാം. ജോബിനെ എവിടെ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞ സത്യമായിരിക്കോ? ആയിരിക്കുന്നേ. അവൾക്ക് അങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ കുഴപ്പമില്ല. ഇനി അപ്പു എങ്ങനെ റിയാക്ട് ചെയ്യുമെന്തോ. അപ്പോ ഇതാണ് ഈ ഇടയായിട്ട് സാറിന്റെ പ്രധാന പരിപാടിയല്ലേ? മാളു അതിങ്ങ് താ. ആ ചൂടാവാതെ ഞാനത് കണ്ടോട്ടെ എന്റെ അപ്പക്കുട്ടൻ സുന്ദരനെ. വാവ്, ഈ അപ്പിയറൻസ് കിടുക. ചെറിയൊരു ബോൾഗാനും ഈ പൊടിമീശയും. ഇത് മതിയടാ, നമുക്കിതങ്ങ് ഫിക്സ് ചെയ്യാം. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ നീ എന്തിനാ വന്നേ അത് പറ. ഹലോ മിസ്റ്റർ, നീ ഇങ്ങനെ തലയെടുക്കാൻ വന്നതുപോലെ നിന്നിട്ട് ഒരു കാര്യമില്ല. മിസ്റ്റർ ജോബിൻ ഡോക്ടറാ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. ഡോക്ടറുടെ അനുവാദത്തോടു കൂടി വേണം ഇവിടെ വരാനല്ലേ നിന്റെ കണ്ടീഷൻ. ദേ എന്നെ ഡോക്ടറെ ഇവിടെ കൊണ്ടാക്കിയത്. സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ചു നോക്കിയേ. ഇപ്പൊ എന്താ നിനക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് ഞാൻ പറയാം. പക്ഷെ നീ വെറുതെ ചൂടാവരുത്. അലമ്പാക്കി ഷോ കാണിച്ച് താഴെ അങ്കിളിനെ ആന്റി ഒന്നും സീനിലേക്ക് കൊണ്ടുവരരുത്. ഓക്കെ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ മാളു. പറയാടോ. നീ ഒന്ന് റെഡിയാക്, നമുക്ക് പുറത്തു പോവാം. സോറി, എനിക്ക് പറ്റില്ല. അപ്പു വെറുതെ ജാടയിടല്ലേ. എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ജാടിയിട്ടതല്ല, എനിക്ക് കോളേജിൽ പോണം. എനിക്ക് നിന്നോട് പറയാനുള്ളത് കേട്ടിട്ട് നീ കോളേജിൽ പോയാൽ മതി. അപ്പു പ്ലീസ്, നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിന്നോട് സംസാരിക്കാൻ തന്നെ ഞാൻ വന്നത്. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അത് ഇവിടെ വെച്ചോ ആവാലോ. ഇവിടെ വെച്ച് പറ്റാത്തോണ്ടാണല്ലോ നമുക്ക് പുറത്തു പോവാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് അപ്പു, തർക്കിക്കാൻ നേരമില്ല. നീ വേഗം ഡ്രസ്സ് മാറും. ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം.